റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ആസൂത്രിതമായ ഗൂഢാലോചനയോ ബാഹ്യ ഇടപെടലുകളോ ഇല്ല എന്നുള്ളതാണ്. ഇതിനെ CPI തള്ളുന്നു, കോൺഗ്രസ് തള്ളുന്നു. ഒപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കിയത് പ്രകാരം BJPയുടെ നേതാക്കൾ പോലും അത് തള്ളുന്നുണ്ട് എന്നതാണ്. അപ്പോൾ ഒരു ജുഡീഷ്യൽ അന്വേഷണത്തിലേക്ക് സർക്കാർ പോകണമെന്നതാണോ ഇപ്പോൾ തൃശ്ശൂരിന്റെ പൊതുവികാരം? അരുൺകുമാർ, സ്വാഭാവികം എന്ന് മാത്രമേ ഈ റിപ്പോർട്ടിന് നമുക്ക് പറയാൻ കഴിയൂ. ഇതിനും അപ്പുറത്തേക്ക് ഒരു റിപ്പോർട്ട് പോലീസിന് ADGP അജിത് കുമാർ നൽകുക സാധ്യമല്ല. കാരണം നാം എല്ലാം പ്രതീക്ഷിച്ചിരുന്ന പോലെ തന്നെ കമ്മീഷണറെ മാത്രം ബലിയാടാക്കിക്കൊണ്ട് ദേവസ്വങ്ങളെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു റിപ്പോർട്ട്, അത് സ്വാഭാവിക റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ട് ആരും അംഗീകരിക്കുന്നില്ല എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതായത് ഇതിനെ അനുകൂലിക്കുന്നവരും എതിർക്കുന്നവരും, ഇപ്പോൾ BJPയും അതുപോലെ തന്നെ LDFO, UDFO, ദേവസ്വങ്ങൾ ആരും ഈ റിപ്പോർട്ടിനെ അംഗീകരിക്കുന്നില്ല. ഈ റിപ്പോർട്ടിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ പൂരം കലക്കുന്നതിന് വേണ്ടി ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന് ഇരു ദേവസ്വങ്ങളും, പാറമേക്കാവ് തിരുവമ്പാടിയും അതുപോലെ തന്നെ VS സുനിൽകുമാറും കോൺഗ്രസും ഒക്കെ പറയുമ്പോഴും അതിൽ രാഷ്ട്രീയമായ ഒരു അഭിപ്രായം രണ്ട് ദേവസ്വങ്ങളും പറഞ്ഞില്ല. അത് സ്വാഭാവികമായ ഒരു നടപടിയാണ്. പൂരം നടത്തുന്നവർ അത്തരത്തിൽ പരസ്യമായ രാഷ്ട്രീയ അഭിപ്രായ പ്രകടനം നടത്താൻ പാടില്ല എന്ന പൊതു മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് രാഷ്ട്രീയമായ അഭിപ്രായ പ്രകടനമായി കാണരുത് എന്ന് ദേവസ്വങ്ങൾ പറയുന്നത്. പക്ഷേ പൂരം കലക്കാൻ ഒരു ബാഹ്യശക്തികളുടെ ഇടപെടലുണ്ട്. ആ ബാഹ്യശക്തികളുടെ ഇടപെടൽ വനം വകുപ്പിലൂടെ അങ്കിത് അശോകിലൂടെ പ്രവർത്തിച്ചു എന്നതാണ് ദേവസ്വങ്ങളുടെ അഭിപ്രായം. അതേസമയം ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിക്ടിം എന്ന് പറയപ്പെടുന്ന VS സുനിൽകുമാർ പറയുന്നത് ഇതൊരു ബാഹ്യ ഇടപെടലുണ്ട്, രാഷ്ട്രീയ ഇടപെടലുണ്ട്, RSSൻ്റെ ഇടപെടലുണ്ട്. ഈ റിപ്പോർട്ട് ഏത് രീതിയിലുള്ള റിപ്പോർട്ടാണെങ്കിൽ പോലും, ഏത് രീതിയിൽ റിപ്പോർട്ട് വന്നാൽ പോലും തൻ്റെ ഈ അഭിപ്രായത്തിന് ഇന്നും നാളെയും മാറ്റമുണ്ടാകില്ലെന്ന് അടിയുറച്ച് പറയുകയാണ് VS സുനിൽകുമാർ. അദ്ദേഹം അതിന് പറയുന്ന ഒരു ന്യായീകരണം, VS സുനിൽകുമാർ റിപ്പോർട്ട് തള്ളി എന്ന് പറഞ്ഞിട്ടില്ല എന്നത് പ്രേക്ഷകർ അറിയണം. കാരണം റിപ്പോർട്ട് VS സുനിൽകുമാർ കണ്ടിട്ടില്ല. നമ്മളടക്കമുള്ള മാധ്യമപ്രവർത്തകർക്കും ആ 1200 പേജ് വരുന്ന റിപ്പോർട്ടിന്റെ സമഗ്ര രൂപം കിട്ടിയിട്ടില്ല. VS സുനിൽകുമാർ ആവർത്തിച്ചു പറയുന്നത് ആ റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം അതിൻ്റെ ഉള്ളടക്കത്തെക്കുറിച്ച് പ്രതികരിക്കാം. പക്ഷേ ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകളോട് തനിക്ക് ആ രീതിയിൽ പ്രതികരിക്കാൻ കഴിയില്ല എന്നാണ് VS സുനിൽകുമാർ പറയുന്നത്. പക്ഷേ VS സുനിൽകുമാർ തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. ജെയ്സൺ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബാഹ്യ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്, ആസൂത്രിതമായൊരു നീക്കം നടന്നിട്ടുണ്ട്. അത് കേവലം ഒരു ഉദ്യോഗസ്ഥന് മാത്രം സംഭവിച്ച കൈപ്പിഴയല്ല, ഏകോപനത്തിലെ പിഴവല്ല എന്നതിൽ താൻ ഉറച്ചു നിൽക്കുന്നുവെന്ന് VS സുനിൽകുമാർ പറയുന്നു. നമ്മൾക്ക് ലഭ്യമായ വിവരം അനുസരിച്ച് റിപ്പോർട്ടിലെ ഉള്ളടക്കത്തിൽ ഇതിൽ ബാഹ്യാസൂത്രണം ഇല്ല എന്നാണ് പറയുന്നത്. VS സുനിൽകുമാറിന്റെ നിലപാട് ബാഹ്യാസൂത്രണമുണ്ട് എന്നുള്ളതാണ്. ആ അർത്ഥത്തിൽ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം നമുക്ക് ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് VS സുനിൽകുമാർ പറയുന്നതുമായി ചേർന്നു പോകുന്നതല്ല. അങ്ങനെയാണെങ്കിൽ എന്താണ് ഇനി വരാൻ പോകുന്നതെന്നാണ് അറിയേണ്ടത്. പക്ഷേ ഇപ്പോൾ റിപ്പോർട്ട് ഇന്ന് മാത്രമായിരിക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഹോം സെക്രട്ടറി വഴി എത്തുക. നിലവിൽ DGPയുടെ പക്കലാണ് ഈ റിപ്പോർട്ട് ഉള്ളത്. ഇതാണ് ജെയ്സൺ യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും നമുക്ക് ലഭ്യമായ വിവരം അനുസരിച്ച് ബാഹ്യ ഗൂഢാലോചനയോ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകളോ ഇല്ല എന്ന് അസന്ദിഗ്ധമായി പറയുകയാണ് ADGP MR അജിത് കുമാർ. ഇതിൽ കോൺഗ്രസ് എടുത്തിരിക്കുന്ന നിലപാട് വളരെ പ്രധാനപ്പെട്ടതാണ്. മുരളീധരനുമായി നമ്മൾ സംസാരിക്കുമ്പോൾ അദ്ദേഹവും പറയുന്നത് ഇനി ഈ റിപ്പോർട്ട് വന്നാലും ഇല്ലെങ്കിലും അതിലിനി എന്തോ എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ പോലും ആരോപണ വിധേയനായ പൂരം കലക്കി എന്ന് തങ്ങൾ സംശയിക്കുന്ന ADGP MR അജിത് കുമാറിന്റെ റിപ്പോർട്ടിൽ വിശ്വാസമില്ല. അതുകൊണ്ട് ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നാണ്. ഇതിൽ BJPയുടെ നിലപാട് നിർണായകമാണ്. ഇന്നലെ സുരേഷ് ഗോപി പ്രതികരിച്ചത് ഒരു കള്ളനെ കുറിച്ച് അന്വേഷിക്കാൻ മറ്റൊരു കള്ളനെ ഏൽപ്പിച്ചതുപോലെയുണ്ട് എന്നാണ്. മാത്രമല്ല ഗോപാലകൃഷ്ണൻ അടക്കമുള്ളവർ ഹൈക്കോടതിയിൽ ഒരു റിട്ട് കൊടുത്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് ജുഡീഷ്യൽ അന്വേഷണത്തിന് വേണ്ടി. അപ്പോൾ 3 പേർക്കും ഈ അന്വേഷണത്തിൽ തൃപ്തിയില്ലെങ്കിൽ ജുഡീഷ്യൽ അന്വേഷണത്തിലേക്ക് പോകുന്നതിന് സർക്കാരിന് തടസ്സമില്ലല്ലോ. അരുൺകുമാർ, ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ. VS സുനിൽകുമാർ നമ്മളോട് ഇപ്പോൾ തന്നെ വിളിച്ച് പറഞ്ഞിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. VS സുനിൽകുമാർ റിപ്പോർട്ട് തള്ളി എന്ന് പറഞ്ഞിട്ടില്ല എന്ന് അദ്ദേഹം വ്യക്തമായി പറയുന്നുണ്ട്. അദ്ദേഹം സാങ്കേതികമായി പറയുന്നത് ശരി തന്നെയാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ബാഹ്യ ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്നാണ് റിപ്പോർട്ടിലെങ്കിൽ ഇതിനെ ഞാൻ അംഗീകരിക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം ഇപ്പോൾ തന്നെ വിളിച്ചിരുന്നു. അത് സംബന്ധിച്ച് ഒരു ക്ലാരിറ്റി ഉണ്ടാക്കണം എന്ന് അദ്ദേഹം പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ലൈവിൽ ആ ക്ലാരിറ്റി ഉണ്ടാക്കുകയാണ്. റിപ്പോർട്ട് തള്ളുക, റിപ്പോർട്ടിലെ പുറത്തു വന്ന കണ്ടന്റ് ഇതാണെങ്കിൽ താൻ അത് അംഗീകരിക്കുന്നില്ല. അതേസമയം ആ റിപ്പോർട്ട് തൻ്റെ കൈവശം കിട്ടിയിട്ടില്ല, തനിക്കത് അതിനെക്കുറിച്ച് വിശദമായ വിവരങ്ങൾ ലഭിച്ചിട്ടില്ല. മാധ്യമങ്ങളിൽ വന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിൽ ലഭിച്ച ഒരു വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ ബാഹ്യ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്ന ഉറച്ച നിലപാടാണ്. അതൊന്ന് നമ്മൾ ക്ലിയർ ചെയ്യേണ്ടതുകൊണ്ടാണ് ആദ്യം പറഞ്ഞത്. മറ്റൊന്ന്,
BJPയെ സംബന്ധിച്ച് അവർക്ക് കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞു എന്നതാണ് അതായത് അവർക്ക് ഈ തൃശ്ശൂർ ഉണ്ടാക്കേണ്ട നേട്ടം ഇതിലൂടെ ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു. ഇനി ഇത് സംബന്ധിച്ച ഒരു വാദപ്രതിവാദങ്ങൾക്ക് അവർ BJP വളരെ സജീവമായ ഒരു വാദപ്രതിവാദങ്ങളിലേക്ക് പോകുന്നില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. BJPയുടെ ഒരു നേതാക്കളും ഇന്നലെയോ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്.